പത്തനംതിട്ട മൈലപ്രയിൽ വയോധികനെ കടമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനംതിട്ട മൈലപ്ര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ മലഞ്ചരക്ക് കടയിലാണ് വ്യാപാരി ജോർജിനെ കഴിഞ്ഞ ദിവസം കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ 13-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഡോഗ് സ്ക്വാഡ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. മൈലപ്രയിൽ ആളൊഴിഞ്ഞ വീടിന് സമീപം വരെ പോലീസ് നായയെത്തി. പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് KU ജനീഷ് കുമാർ MLA പറഞ്ഞു. ഇൻക്വസ്റ്റ് ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. പഴുതടച്ച ഒരു നല്ല അന്വേഷണം അപ്പോൾ തന്നെ SP-യുടെ നേതൃത്വത്തിൽ നല്ല ഒരു ടീമിനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഷണശ്രമമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനമെന്നും അന്വേഷണം ഊർജിതമായി നടക്കുന്നതായും ജില്ലാ പോലീസ് മേധാവി അജിത് പറഞ്ഞു. പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ജോർജിന്റെ കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ടു. ഇത് ഞാൻ പറഞ്ഞ എനിക്ക് ഇത്രയും ഒരു കാര്യമേ ഉള്ളൂ. കേരള പോലീസ് കണ്ടുപിടിച്ചു തരും. പത്തനംതിട്ട വാസുക്കുട്ടി കൊലപാതകം കണ്ടുപിടിച്ചത് കേരള പോലീസ് പത്തനംതിട്ട വിങ്ങാണെങ്കിൽ ഈ കേസും കണ്ടുപിടിക്കും. ജോർജിന്റെ ശരീരത്തിലുണ്ടായിരുന്ന 6 പവന്റെ മാലയും മേശവലിപ്പിലുണ്ടായിരുന്ന പണവും കാണാനില്ലെന്ന് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു. കടയിലെ CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.